യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഉറപ്പുള്ളവർ ചേർന്ന് പാടാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ഇത് പകൽക്കാലം വിശ്വസിക്കാമോ? ആ നല്ല ദൈവം മാറാത്തവനാണ്. നമ്മുടെ ഏത് സാഹചര്യത്തിലും ഏതു സന്ദർഭത്തിലും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. മനുഷ്യരെല്ലാം പാഴ്വാക്കുകൾ പറയും, അവരെല്ലാം ഒരു സമയം വരുമ്പോൾ മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്തവനെ ഒരുവനുണ്ട്, അതാണ് നാം ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഏതു സാഹചര്യത്തിലും ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അതേ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യം, ആ ശബ്ദം ഒരിക്കലെങ്കിലും ചെവിയിൽ കേട്ടിട്ടുള്ളവർ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്നുള്ള ശബ്ദം ഒരിക്കലെങ്കിലും കേട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാതെ പ്രതികരിച്ചു തുടങ്ങി, ദൈവത്തോട് പ്രതികരിച്ചു തുടങ്ങി. ഒറ്റപ്പെടലിന്റെ അനുഭവമായിരിക്കാം, തള്ളപ്പെടലിന്റെ അനുഭവമായിരിക്കാം, അനേകർ മാറ്റി നിർത്തുന്ന അനുഭവമായിരിക്കാം. എങ്കിലും തളരാതെ മരുഭൂമിയിൽ നമ്മെ താങ്ങുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചട്ടെ. ഹല്ലേലൂയ. ആരും സഹായമില്ലാതെ തുരുത്തിയിലെ വെള്ളം തീർന്ന മരുഭൂമിയിൽ ഹാഗർ വന്നു. ഒരു സഹായവുമില്ല. കയ്യിലുണ്ടായിരുന്ന തുരുത്തിയിലെ കുറച്ച് വെള്ളം മാത്രം, അതും തീർന്നു. വചനം ഇങ്ങനെ പറഞ്ഞു, അവൾ പോയി അതിനരികെ ഒരമ്പിൻ പാട് ദൂരത്ത് ഇരുന്ന് കുട്ടിയുടെ മരണം എങ്ങനെ കാണണ്ട, എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ദൂരത്ത് മാറിയിരുന്നു. തൻ്റെ മകന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണുമടച്ച് കരഞ്ഞ് നിലവിളിച്ചു. പക്ഷെ അടുത്ത നിമിഷം ഹാഗർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് നീരുറവ അവൾക്ക് വേണ്ടി ദൈവം വർഷിപ്പിച്ചത് അവൾ കാണുകയാണ്. ചിലപ്പോൾ ഹാഗർ ചിന്തിച്ച് കാണും, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. അബ്രഹാമിനെ മാത്രമായിരിക്കും ദൈവം, സാറയെ സഹായിക്കാൻ മാത്രമായിരിക്കും ദൈവം. പക്ഷെ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാമിനെ മാത്രമല്ല ദൈവം, സാറയുടെ മാത്രമല്ല ദൈവം, ഹാഗാറിന്റെ കൂടെ ദൈവമാണ്. ആ ദൈവം നമ്മുടെയും ദൈവമാണ്. അവൻ നമ്മെ വിടുവിക്കുവാൻ സർവശക്തനാണ്. ഒരു കാര്യം കൂടി ഞാൻ വിളിച്ചു പറയാം, മനുഷ്യർക്ക് മാത്രമാണ് വേർതിരിവുള്ളത്, പക്ഷെ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് ജാതിയെന്നോ മതമെന്നോ നിറമെന്നോ ഒരു വേർതിരിവുമില്ലാതെ നിന്നെ സ്നേഹിക്കുവാൻ ഒരു ആൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് നാം സേവിക്കുന്ന ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വിശ്വസിക്കാമോ? ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും, ആരും നിന്നെ കരം പിടിക്കാനില്ലെങ്കിലും, മരുഭൂമിയുടെ അവസ്ഥയാണെങ്കിലും, വറ്റിയ അനുഭവമാണെങ്കിലും, നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു നീരുറവയുണ്ട്, അത് തുറക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് പറഞ്ഞ്, എനിക്ക് ആശ്രയിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ മുൻപോട്ട് പോകുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും ആ കണ്ണുകളെല്ലാം അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്, എനിക്ക് ആശ്രയിക്കുവാൻ എൻ്റെ ദൈവമുണ്ടെന്ന്, തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ താങ്ങുമെന്നും, ആരും സഹായമില്ലാതിരിക്കുമ്പോഴും എനിക്ക് വേണ്ടി സ്വർഗം തുറന്ന് സഹായം എത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ചേർന്നത് പാടാമോ? സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ
സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ വിശ്വാസത്തോടെ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ചേർന്ന് വിശ്വസിക്കാമോ? തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി അവൻ കാര്യം സാധിപ്പിക്കുന്ന ദൈവമാണ്. നിന്നെ തള്ളിക്കളയാതെ മാറോട് ചേർക്കുന്ന ദൈവ സാന്നിധ്യവും ദൈവ സ്നേഹവും കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ ചേർന്നൊരു ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയ കർത്തൃദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കും.